കോഴിക്കോട് വെള്ളയിൽ തീപിടുത്തം. റെഡ് സ്റ്റാർ പ്രസിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. ഫയർഫോഴ്സ് എത്രയും പെട്ടെന്ന് ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് ഫയർഫോഴ്സ് വന്നു. അങ്ങനെ അവർ ഞങ്ങളെല്ലാം പാടെ കൂടിയിട്ട് കുറേ പ്രദേശത്തുള്ള ഈ പ്രദേശത്ത് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. എന്ത് പ്രശ്നങ്ങളിലും അന്നേരം ആ പ്രശ്നം ഇവിടെ പുറത്ത് കാണുന്ന പേപ്പേഴ്സാണ് കംപ്ലീറ്റ്. പ്രസ്സാണ് അപ്പം പേപ്പറാണ്. ആ ഫയർഫോഴ്സ് ഫസ്റ്റ് മന്ദിനെ കൊണ്ട് ഇത്തിരി ഇതായി. അല്ലെങ്കിൽ ഒന്നായിട്ട് കത്തിയുണ്ട്. പേപ്പർ മാത്രമായിട്ട് മെഷീനറി ഉണ്ട്. പുതിയ മെഷീനറി ഇന്നലെ ഇറക്കിയുണ്ട്. ഞങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റില്ല. കാരണം AC പിടിച്ചിട്ടുണ്ട്, ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു, അങ്ങനെ പല ഗ്യാസ് കുറ്റി അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന് പിടിച്ചിട്ടില്ല. ഗ്യാസ് കുറ്റിയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് മെസ്സേജ് അതെ ഫയർഫോഴ്സ് അവരെ അഭിനന്ദിക്കേണ്ട രൂപത്തിലുള്ള വരവാണ് അവർ വന്നത്. അവർ വന്നത് മാത്രമല്ല, വന്ന അന്ന് ആ സമയം മുതൽ ഒരു ആവരത്തിൽ നല്ല തൊട്ടടുത്ത വീട്ടുകാർ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ മുൻപാത്തി ഇരിക്കുകയായിരുന്നു. അപ്പോൾ വരുമ്പോഴേക്കും പേപ്പറിൽ പടർന്ന് തീ പിടിച്ച് ഉള്ളോട്ടൊക്കെ പെട്ടെന്ന് കയറിപ്പോയി. ഞങ്ങൾക്കൊന്നും ഉള്ളോട്ട് കയറാൻ കഴിയുന്നില്ല. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ പേപ്പർ ഇത് പ്രസ്സാണല്ലോ. അപ്പോൾ പേപ്പറുകൾ പെട്ടെന്ന് കയറിപ്പോയതാണ്. ജീവനക്കാരുടെ സൺഡേ ഉണ്ടാവില്ല. ഇനി രാത്രിയേ വരുള്ളൂ. പേപ്പർ അടിക്കുന്ന ആൾക്കാർ രാത്രിയേ വരുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആവാനും സാധ്യത. അതാ ആ സെക്കൻഡ് ആ മൂല്യം ഉണ്ടാവുന്നത്. മൂല്യം മുഹമ്മദ് ഷഹീദുണ്ട് വിവരങ്ങളുമായി. ഷഹീദ്, ഇത് പ്രസ്സിനകത്താണോ തീപിടുത്തം ഉണ്ടായത്? തീ ഇപ്പോൾ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ്? അക്ഷയ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലുള്ള ഈ റെഡ് സ്റ്റാർ എന്ന പ്രസ്സിൽ തീപിടുത്തമുണ്ടായത്. അവിടെ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ വർക്കൊന്നും നടന്നിരുന്നില്ല. അതുകൊണ്ട് അകത്ത് തൊഴിലാളികളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി സ്റ്റാഫാണ് ഈ തീപിടുത്തം കണ്ടത്. ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 5 ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് എത്തി പെട്ടെന്ന് തന്നെ തീ അണക്കുകയായിരുന്നു. പ്രസ്സിനകത്തുള്ള സൂക്ഷിച്ചിരുന്ന പേപ്പറുകളുണ്ടായിരുന്നു. അങ്ങനെ കടലാസിനാണ് തീ പിടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അകത്തേക്ക് യന്ത്രസാമഗ്രികളിലേക്കൊന്നും തീ പോയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ പ്രസ്സിനകത്ത് 4 ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. അത് ആശങ്കയുണ്ടാക്കി. പക്ഷേ സുരക്ഷിതമായി ആ ഗ്യാസ് സിലിണ്ടറുകൾ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ കാരണം അങ്ങനെ കൂടുതൽ അപകടത്തിലേക്ക് പോയില്ല. തീ ഇപ്പോൾ പൂർണ്ണമായി ശമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീച്ച് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്.